നമുക്കിന്ന് ബേസിൽ നിന്ന് തുടങ്ങാം. അതായത് എന്താണ് പാരൻറ്റ് കമ്പനി? പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയുടെ മോർ ദാൻ 50% ഷെയർസ് പർച്ചേസ് ചെയ്ത ആ കമ്പനീനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറയാം. അതായത് ഇപ്പം എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 60% ഷെയർസ് വാങ്ങിയെന്ന് വിചാരിക്കുക. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 60% ഷെയർസ് വാങ്ങി. അപ്പോൾ എ ലിമിറ്റഡിൻ്റെ നമ്മൾ എന്ത് പറയും? മോർ ദാൻ 50% ഷെയർസ് ബി ലിമിറ്റഡിൻ്റെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എ ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയും ബി ലിമിറ്റഡിനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് വിളിക്കണേ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് എ പാരൻറ്റ് കമ്പനി? പാരൻറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഹോൾഡ് മെജോറിറ്റി. അതായത് മെജോറിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 50%. അതായത് നമ്മുടെ 100%ൻ്റെ പകുതിയിൽ കൂടുതൽ, മോർ ദാൻ 50%. 50% എന്ന് എഴുതരുത്, മോർ ദാൻ 50% ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി. ആ കമ്പനീനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി. ആ പാരൻറ്റ് കമ്പനീനെ പറയുന്ന വേറൊരു പേരാണ് ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ ആയാ? നെക്സ്റ്റ് സബ്സിഡറി കമ്പനി. നമ്മൾ പറഞ്ഞില്ലേ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 60% ഷെയർസ് വാങ്ങി. ഈ കേസിൽ എ ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയും ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയുമാണ്. എ സബ്സിഡറി കമ്പനി ഈസ് എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. വേറൊരു കമ്പനിയുടെ കയ്യിലാണെങ്കിൽ ആ കമ്പനീനെയാണ് നമ്മൾ സബ്സിഡറി കമ്പനി. ഇപ്പോൾ ബി ലിമിറ്റഡിൻ്റെ മോർ ദാൻ 50% ഷെയർസ് ആരുടെ ഇല്ല? എ ലിമിറ്റഡ്. അപ്പോൾ ബി ലിമിറ്റഡിനെയാണ് നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ എ ലിമിറ്റഡ് ഹോൾഡ് മോർ ദാൻ 80% ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. അപ്പോൾ പാരൻറ്റ് കമ്പനി ഏതാണെന്ന് ചോദിക്കും, ചിലപ്പോൾ സബ്സിഡറി കമ്പനി ഏതാണെന്ന് ചോദിക്കും. അപ്പം നിങ്ങളത് പഠിക്കണം. അതുപോലെ തന്നെ പാരൻറ്റ് കമ്പനീനെയും സബ്സിഡറി കമ്പനീനെയും അതുപോലെ സബ്സിഡറി കമ്പനീനെയും ജോയിൻ്റ്ലി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. പാരൻറ്റ് കമ്പനീനെയും സബ്സിഡറി കമ്പനിയെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും രണ്ടിൻ്റെയും കൂടിയും ഒരുമിച്ച് അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറയില്ലേ, പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ മോർ ദാൻ 50% ഷെയർസ് വാങ്ങി. ഈ പാരൻറ്റ് കമ്പനിയുടെ മാത്രം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ശരിയാവില്ല. നമ്മൾ പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ജോയിൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താലാണ് ഫുള്ളായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ രണ്ട് കൂട്ടരുടെയും കൂടി ഒരുമിച്ചാക്കണം. അതിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കിയേ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദി കമ്പൈൻഡ് ഓർ അഗ്രിഗേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആരുടെയൊക്കെ? പാരൻറ്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്. പാരൻറ്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ ജോയിൻ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ ഡാഷ് ഡേറ്റ്. ഏത് ഡേറ്റിലാണ് നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ്? അക്വിസിഷൻ ഡേറ്റിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അക്വിസിഷൻ ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇത്രയും പോർഷൻസ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കും കിട്ടും, 1 മാർക്കും 3 മാർക്കും ഫുൾ കറക്റ്റാവും. ഓക്കെ.